വിരുന്നിനാണ് എന്ന് പറഞ്ഞ ഷെന്തു കൂടി യാൻഷിങ്ങിന്റെ വീട്ടിലേക്ക് വന്നതോടെ അവരെല്ലാവരും കൂടി പുറത്തൊരിടത്ത് ഒരുമിച്ചിരുന്നാണ് ഫുഡ് കഴിച്ചത്. അവിടെ അകത്തെ പോലെ വെളിച്ചമില്ല. അതുകൊണ്ട് ഷെന്തുവിന്റെ അസിസ്റ്റന്റ് കുറച്ച് ജോലിക്കാരെ കൊണ്ട് കുറെ വിളക്കുകൾ കൊണ്ടുവന്ന് അവിടെ എല്ലാം വെപ്പിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ വീട്ടിലും ഇങ്ങനെ തന്നെ ആണോ എന്ന് സാവൈ യാൻഷിങ്ങിനോട് ചോദിക്കുന്നു. അവിടെ ഇതിനേക്കാൾ കൂടുതൽ വെളിച്ചമാണ് എന്ന് യാൻഷിങ് പറയുന്നുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഷെന്തു ഹാനിനോട് പതുക്കെ അവന്റെ ഫാമിലിയെ പറ്റി ചോദിച്ചു തുടങ്ങുന്നു. ആദ്യമൊക്കെ അവൻ കൃത്യമായ മറുപടി ഒന്നും നൽകാതെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. പിന്നീട് അച്ഛനും അമ്മയും കുട്ടിക്കാലത്ത് മരിച്ചതാണ്, മറ്റു ബന്ധുക്കൾ ആരുമില്ല എന്ന് അവൻ പറയുന്നു. പക്ഷേ അവന് സഹോദരങ്ങൾ ഉള്ളതായി കേട്ടിട്ടുണ്ടല്ലോ, അവരൊക്കെ എവിടെയാണ് എന്ന് ഷെന്തു ചോദിക്കുന്നുണ്ട്. പക്ഷേ കുട്ടിക്കാലം തന്നെ അവരുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഒക്കെ നഷ്ടപ്പെട്ടതാണ്, ഇപ്പോൾ എവിടെയാണെന്നൊന്നും അറിയില്ല എന്നാണ് ഹാൻ അവനോട് പറഞ്ഞത്. അവരുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന സ്ഥിതിക്ക് അവൻ്റെ ഫാമിലിയുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും, അവരുടെ കൂടി അനുഗ്രഹം വിവാഹത്തിന് വേണ്ടതുണ്ട് എന്നൊക്കെ ഷെന്തു പറയുന്നു. പക്ഷേ ഹാൻ അതിന് മറുപടിയൊന്നും നൽകാതെ ആകെ കുഴപ്പത്തിൽപ്പെട്ടതുപോലെ ഇരിക്കുകയാണ്. അത് കണ്ടപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വിവാഹം നടന്നപ്പോഴും നമ്മൾ ഫാമിലിയെ ഒന്നും മീറ്റ് ചെയ്തിരുന്നില്ലല്ലോ. ഹാനാണെങ്കിൽ എൻ്റെ ചേച്ചിയെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് അവൻ അവളെ ചതിക്കില്ല എന്ന് പറഞ്ഞ് യാൻഷിങ് അവനെ സപ്പോർട്ട് ചെയ്യുന്നു. ഷെന്തു അവൾ പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവളെ നോക്കുന്നുണ്ട്. എല്ലാവരും അവരെ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഇനിയും അവിടെ അങ്ങനെ ഇരുന്നാൽ ചിലപ്പോൾ അവർ തമ്മിൽ വഴക്കുണ്ടായേക്കും എന്ന് തോന്നുന്നതിനാൽ നേരം ഒരുപാട് വൈകിയതുകൊണ്ട് ഉറങ്ങാൻ പോവാമെന്ന് യാൻഷിങ്ങിൻ്റെ അച്ഛൻ പറയുന്നു. അങ്ങനെ എല്ലാവരും ഉറങ്ങാൻ പോകാനായി എഴുന്നേൽക്കുന്നുണ്ട്. ഈ സമയത്ത് ഷെന്തു ഹാനിനോടായി, നീ ശരിക്കും സാവയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും മറച്ചു വയ്ക്കാതെ എല്ലാം തുറന്ന് പറഞ്ഞ് പരസ്പരം ആത്മാർത്ഥമായി തന്നെ മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്നൊരു ഉപദേശം നൽകുന്നുണ്ട്. ഹാനിനെ പറ്റി അവൻ നേരത്തെ എന്തൊക്കെ അറിഞ്ഞിരുന്നല്ലോ, അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഹാനിനും അത് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അവൻ മറുപടി ഒന്നും നൽകാതെയാണ് അകത്തേക്ക് പോയത്. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അവൻ അങ്ങനെയൊക്കെ പറഞ്ഞതിനെ യാൻഷിങ് അവനെ കുറ്റപ്പെടുത്തുന്നു. നീ ഇവിടെ വിരുന്നിനെന്ന് പറഞ്ഞ് വന്നിട്ട് എല്ലാവരെയും പേടിപ്പിച്ച് വിടുകയാണോ എന്നൊക്കെ ചോദിച്ച് അവൾ വഴക്ക് പറഞ്ഞപ്പോൾ, ഇതിനെപ്പറ്റി ഞാൻ നിന്നോട് സംസാരിക്കുന്നില്ല, ഞാനല്ല ഇക്കാര്യം നിന്നോട് പറയേണ്ടത്, നീ തനിയെ അറിഞ്ഞോളും എന്ന് മാത്രം അവൻ പറയുന്നുണ്ട്. അതിനുശേഷം അവൻ തിരികെ വീട്ടിലേക്ക് പോകുന്നതിനെ പറ്റി പറയുന്നു. പക്ഷേ ഇപ്പോൾ ഒരുപാട് വൈകിയിരിക്കുന്നു, ഇനിയിപ്പോൾ തിരികെ പോയാൽ ശരിയാവില്ല എന്ന് യാൻഷിങ് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഒരു ജോലിക്കാരൻ വന്നിട്ട് അവളുടെ അച്ഛൻ അവർക്ക് വേണ്ടി ഒരു റൂം റെഡിയാക്കിയിട്ടുണ്ട് എന്ന് അറിയിക്കുന്നു. രണ്ടുപേർക്കും കൂടി റെഡിയാക്കിയിട്ടുണ്ട് എന്നാണ് ജോലിക്കാരൻ പറഞ്ഞത്. യാൻഷിങ് പക്ഷേ എനിക്ക് വേണ്ടി അച്ഛനൊരു റൂം റെഡിയാക്കിയിരിക്കുന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഞാൻ നാളെ വരാം, ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോളാം എന്ന് പറഞ്ഞ് തനിയെ അകത്തേക്ക് പോകാൻ തുടങ്ങുന്നു. ഷെന്തു പെട്ടെന്ന് അവളെ പിടിച്ചു നിർത്തിയിട്ട് അവളെ പൊക്കിയെടുത്തുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കൂടിയാണ് ബെഡ്റൂം റെഡിയാക്കിയിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്, ഞാനിവിടെ നിന്നില്ലെങ്കിൽ നീ പിന്നെ നാളെ അതിന് ഉത്തരം നൽകേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ അവളെ അകത്തേക്ക് കൊണ്ടുപോയത്. അവൻ മുറിയിൽ ഒരിടത്ത് അവളെ കൊണ്ടിരുത്തുന്നു. എവിടെ കിടക്കും എന്നതിനെ പറ്റിയായിരുന്നു പിന്നീട് രണ്ടുപേരും കൂടി തർക്കം നടന്നത്. അവിടെ ആകെ ഒരു ബെഡേ ഉള്ളൂ. അവനോട് സൈഡിലുള്ള ഒരു സോഫ പോലെയുള്ള സാധനത്തിൽ പോയി കിടന്നോളാൻ അവൾ പറയുന്നുണ്ടെങ്കിലും അവൻ അതിന് സമ്മതിക്കുന്നില്ല. ബെഡിൽ തന്നെ കിടക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നു. പരിക്ക് പറ്റിയിരിക്കുന്നത് കൊണ്ട് അവൾ അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ടേബിളിന് പുറത്ത് കിടക്കുന്നു. പക്ഷെ അവൾ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. ഷെന്തു കുറച്ച് സമയം അത് ശ്രദ്ധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അവൻ കുറച്ച് ഒതുങ്ങി കിടന്നിട്ട് അവിടെ കുറച്ച് സ്ഥലം കൂടിയുണ്ട്, അവൾക്ക് കുഴപ്പമില്ലെങ്കിൽ അവിടെ വന്ന് കിടന്നോളാൻ പറയുന്നു. യാൻഷിങ് ഒന്ന് ആലോചിച്ചിട്ട് ഒരു മടിയുമില്ലാതെ എന്നിട്ട് പോയി അവിടെ കിടക്കുന്നുണ്ട്. ഒരു ബ്ലാങ്കറ്റ് കൊണ്ട് രണ്ടുപേരെയും കൂടി ഇടയ്ക്ക് ഒരു ബോർഡർ പോലെ ആക്കിയിട്ട് ഇത് ക്രോസ് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ അവിടെ കയറി കിടന്നത്. പക്ഷെ അവിടെ കിടന്നും കുറച്ച് കഴിഞ്ഞിട്ടും രണ്ടുപേർക്കും ഉറങ്ങാൻ സാധിക്കുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നതിനിടയിൽ ഇടയ്ക്ക് കണ്ണു തുറന്നപ്പോൾ രണ്ടുപേരും മുഖാമുഖം നോക്കുന്നു. അതോടെ യാൻഷിങ് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. എനിക്കിവിടെ കിടന്നാൽ ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാൻ പുറത്ത് പോയി ഇരുന്നോളാമെന്ന് പറഞ്ഞ് അവൾ ഒരു ബ്ലാങ്കറ്റ് എടുത്ത് ചുറ്റിക്കൊണ്ട് പുറത്തേക്ക് പോകുന്നു. അവൾ വാതിൽ തുറന്ന സമയത്ത് മുറിയിലുണ്ടായിരുന്ന മെഴുകുതിരി കാറ്റടിച്ച് അണയുന്നുണ്ട്. അങ്ങനെ ഷെന്തുവിന് അവിടെ ഉള്ളതൊന്നും കാണാൻ പറ്റാതെ ആവുന്നു. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ കിടന്ന് അവന് ഉറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് അവനും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇരുട്ടായതുകൊണ്ട് തപ്പിത്തടഞ്ഞാണ് അവൻ വരുന്നത്. പുറത്ത് ഗാർഡനിൽ ഇരിക്കുന്ന അവളെ നിലാവെളിച്ചത്തിൽ അവന് അവ്യക്തമായി മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. എന്നാലും അവൾ സംസാരിക്കുന്നത് കൊണ്ട് അവൾ എവിടെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ അവനൊരു ഊഹം കിട്ടുന്നുണ്ട്. മുറിയിൽ ഇരുട്ടായതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഏതെങ്കിലും ജോലിക്കാരെ വിളിച്ച് വിളക്ക് തെളിക്കാൻ അവൻ ആവശ്യപ്പെടുന്നു. പക്ഷേ ഈ സമയത്ത് ജോലിക്കാരൊക്കെ നല്ല ഉറക്കമായി കാണും, അവരെ ശല്യപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അവൾ എതിർക്കുന്നു. വെളിച്ചം കുറവാണ് എന്നതിന്റെ പേരിൽ അവൻ വീണ്ടും വരാതെ പറഞ്ഞപ്പോൾ അവൾ വീണ്ടും അവനെ കുറ്റം പറയാൻ തുടങ്ങുന്നുണ്ട്. എൻ്റെ അച്ഛൻ പതിവിൽ കൂടുതൽ മെഴുകുതിരികൾ നിനക്ക് വേണ്ടി കത്തിച്ചു വെച്ചതാണ്, എന്നിട്ടും നീ ഇരുട്ട് ആണെന്ന് പറഞ്ഞ് കുറ്റം പറയുകയാണോ, നിനക്കെന്താ കണ്ണ് കാണില്ലേ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ഷെന്തു അവളുടെ അടുത്തേക്ക് നടന്ന് ചെല്ലുകയാണ്. വെട്ടമില്ലാത്തത് കൊണ്ട് ആകെ തപ്പിത്തടഞ്ഞാണ് അവൻ വരുന്നത്. അത് കണ്ടപ്പോൾ താൻ ചോദിച്ചതുപോലെ ശരിക്കും അവന് കണ്ണ് കാണില്ല എന്ന് അവൾക്ക് സംശയം തോന്നുന്നു. അങ്ങനെ അവൾ അവനെ ശരിക്കും വാച്ച് ചെയ്യാൻ തുടങ്ങുന്നു. മുമ്പ് നടന്ന ചില സംഭവങ്ങളും അപ്പോൾ അവളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതൊക്കെ അവന് കാഴ്ചയില്ല എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലുള്ളതായിരുന്നല്ലോ എന്ന് അവൾ ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. അവൻ ഒരു വിധത്തിൽ അവിടെ ആകെ ഉണ്ടായിരുന്ന ഒരു വിളക്കിൻ്റെ വെളിച്ചത്തിലാണ് യാൻഷിങ്ങിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. അവൻ അവളുടെ അടുത്ത് എത്താറായപ്പോഴേക്കും അതും കാറ്റടിച്ച് കെട്ടുപോകുന്നു. അതോടെ ഷെന്തു ആകെ പെട്ടു എന്ന് പറഞ്ഞാൽ മതി. എന്നാലും തനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് കാണിക്കുന്ന രീതിയിൽ അവൻ ഗമയിൽ നടന്ന് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ
അവൾ ഇരിക്കുന്നതിന്റെ അടുത്തായിട്ടുള്ള കല്ലിൽ അവന്റെ കാൽ തട്ടുന്നു. അതോടെ അവന് കാഴ്ചയില്ല എന്ന് അവൾ ഏകദേശം ഉറപ്പിക്കുന്നുണ്ട്. എന്നാലും ഒന്നുകൂടി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ അവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവൾ ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് ഓരോ നക്ഷത്ര സമൂഹങ്ങളെ പറ്റി പറയാൻ തുടങ്ങുന്നു. അതൊക്കെ ശരിക്കും ഉള്ള നക്ഷത്രങ്ങൾ തന്നെ ആയതുകൊണ്ട് ഷെൻഡു അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവളോട് പറയാൻ തുടങ്ങുന്നു. സത്യത്തിൽ ആകാശത്തുനിന്ന് ഒരു നക്ഷത്രങ്ങളെയും കാണാനുണ്ടായിരുന്നില്ല. യാൻഷിങ്ങിന് ഇപ്പോൾ അവന് കാഴ്ചയില്ല എന്ന് ബോധ്യമായിരിക്കുന്നു. അതുകൊണ്ട് അവനെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട് അവൾ വീണ്ടും വീണ്ടും ഓരോ നക്ഷത്ര സമൂഹങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷെൻഡുവിന് കാഴ്ചയില്ലെങ്കിലും ഇതിനെപ്പറ്റിയൊക്കെ നന്നായി പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അവൻ. അതുകൊണ്ട് തന്നെ അവൾ പറയുന്നതിനൊപ്പം അതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നത് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോഴാണ് അവൾ കേക്കിന്റെ ഷേപ്പിലും ചെറിയുടെ ഷേപ്പിലുമുള്ള സ്റ്റാർസിനെ പറ്റി പറഞ്ഞത്. അതിന്റെ പേരെന്താണ് എന്നും അവൾ ചോദിക്കുന്നുണ്ട്. അവൻ അതിന്റെ ശരിക്കുള്ള പേര് പറഞ്ഞപ്പോൾ അതിന് ആ പേര് ചേരില്ല എന്ന് പറഞ്ഞിട്ട് അവൾ പേസ്ട്രിയുടെ പേര് ചേർത്ത് അതിന് രണ്ടും പുതിയ പേരുകൾ നൽകുന്നു. അത് കേട്ടപ്പോൾ അതൊക്കെ പേസ്ട്രിയുടെ പേരല്ലേ എന്ന് ചോദിച്ച് അവൻ കളിയാക്കിയപ്പോൾ, കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ പറഞ്ഞു തന്നതാണിത്. ഞാൻ ഫുഡ് കഴിക്കാൻ മടി കാണിക്കുമ്പോൾ അമ്മ നക്ഷത്രങ്ങളെ കാണിച്ചു തന്നിട്ട് ഓരോ പേസ്ട്രിയുടെ പേര് പറയും. ആ ഷേപ്പിലുള്ള ഫുഡ് കഴിച്ചില്ലെങ്കിൽ പിന്നീടത് തെളിഞ്ഞു വരില്ല എന്ന് പറഞ്ഞ് അമ്മ എന്നെ പേടിപ്പിക്കുമായിരുന്നു എന്നൊക്കെ അവൾ കുട്ടിക്കാലത്ത് കാര്യങ്ങൾ പറയുന്നു. അപ്പോഴാണ് ഷെൻഡു കുട്ടിക്കാലത്ത് തടവറയിലായിരുന്ന സമയത്ത് തന്നെ കാണാൻ വന്നിരുന്ന പെൺകുട്ടിയും ഇതേപോലെ പറഞ്ഞിരുന്നതിനെ പറ്റി ഓർക്കുന്നത്. അവളുടെ അമ്മയും ഇതേപോലെ പറയുമെന്ന് പറഞ്ഞായിരുന്നു അവനെ കൊണ്ട് അവൾ നക്ഷത്രങ്ങളുടെ ഷേപ്പിലുള്ള പേസ്റ്റുകൾ കഴിപ്പിച്ചിരുന്നത്. ഇപ്പോൾ യാൻഷിങ്ങും അതേ രീതിയിൽ തന്നെ പറയുന്നത് കൊണ്ട് ആ പെൺകുട്ടിയാണോ ഇവൾ എന്ന സംശയം അവനുണ്ടാവുന്നു. പക്ഷെ അത് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവൻ അവളെ തൊടാനായി കൈ ഉയർത്തി അവളുടെ മുഖത്തിന്റെ അടുത്ത് വരെ കൊണ്ടുചെല്ലുന്നുണ്ട്. അപ്പോഴാണ് യാൻഷിങ് അത് കാണുന്നത്. അവൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ച് അവൾ പെട്ടെന്ന് മാറിയിരിക്കുന്നുണ്ട്. ഷെൻഡുവിന് ഇപ്പോൾ ആ സംശയം ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് പിന്നീട് അവൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. എന്തായാലും രണ്ടുപേരും കൂടി അവിടെ അങ്ങനെ ഇരുന്നുകൊണ്ടാണ് ഉറങ്ങിയത്. അടുത്ത ദിവസം രാവിലെ ആദ്യം ഉണർന്നത് ഷെൻഡുവാണ്. യാൻഷിങ് ആ സമയം അവന്റെ കയ്യിലേക്ക് തല വെച്ച് മയങ്ങുകയാണ്. അവളെ ഉണർത്തണ്ട എന്ന് കരുതി കൈക്ക് നല്ല വേദന എടുക്കുന്നുണ്ടെങ്കിലും അവൻ അങ്ങനെ കുറേ സമയം കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവളുടെ തലയിൽ വീണ് കിടന്നിരുന്ന ഒരു പൂവ് എടുത്ത് കളഞ്ഞിട്ട് അവൻ അവളുടെ അടുത്തേക്ക് മുഖം ചേർത്തിരുന്ന് അവൾ ഉറങ്ങുന്നത് ഇങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരു ജോലിക്കാരൻ അവിടേക്ക് വന്ന് അവരെ വിളിക്കുന്നു. അങ്ങനെ യാൻഷിങ്ങും ഉണരുന്നുണ്ട്. അവന്റെ കയ്യിലാണ് കിടക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൾ വേഗം ചാടി എഴുന്നേൽക്കുന്നു. അവരെ രണ്ടുപേരെയും അവളുടെ അച്ഛൻ അന്വേഷിക്കുന്നുണ്ട് എന്ന് അറിയിക്കാനായിരുന്നു ജോലിക്കാരൻ വന്നത്. അങ്ങനെ അവർ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ആ സമയം ഹാളിൽ അവളുടെ അച്ഛനെ കൂടാതെ ഹാനും സാവയും പിന്നെ അവളുടെ അമ്മയും നിൽപ്പുണ്ട്. ഹാൻ എന്തോ പറയണമെന്ന് എല്ലാവരോടും കൂടി ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇപ്പോൾ നടക്കുന്നത്. തലേ ദിവസം രാത്രി ഷെൻഡു അവനോട് ആത്മാർത്ഥത കാണിക്കാനൊക്കെ പറഞ്ഞിരുന്നല്ലോ. അതിനെപ്പറ്റി നന്നായി ആലോചിച്ചിട്ട് തീരുമാനമെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സാവയുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് ക്ഷമ പറയാൻ തുടങ്ങുന്നു. അവൾക്ക് എന്താണ് കാര്യമെന്ന് മനസ്സിലാവുന്നില്ല. അവളും വേഗം അവന്റെ ഒപ്പം താഴെ ഇരുന്നിട്ട് കാര്യം എന്താണ് എന്ന് അന്വേഷിക്കുന്നുണ്ട്. തനിക്ക് കുടുംബാംഗങ്ങളൊന്നുമില്ല, അനാഥനാണ് എന്നാണല്ലോ അവൻ ഇതുവരെ അവരോട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അത് സത്യമല്ല. തന്റെ ചേട്ടൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. രാജ്ഞിയുടെ ഏറ്റവും പ്രിയപ്പെട്ട മന്ത്രിയായ ബാവുഹുവാനാണ് തന്റെ ചേട്ടനെന്ന് അവൻ വെളിപ്പെടുത്തുന്നു. അവിടെ നിന്ന് എല്ലാവർക്കും അതൊരു ഷോക്കായിരുന്നു. ബാവുഹുവാൻ എന്റെ ചേട്ടനാണ് എന്നുള്ള വിവരം പ്രിൻസസിനും അറിയാം. അതുകൊണ്ട് രാജ്ഞിക്ക് എതിരായുള്ള ഫൈറ്റിൽ എന്നെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് കുറെ നാളായി ഞാൻ പ്രിൻസസിനൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞ് എന്നെ അവർക്കൊപ്പം നിൽക്കാനായി ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് തവണ ഞാൻ നിരസിച്ചിട്ടും അവർ ഇതുവരെ വിടാൻ തയ്യാറായിട്ടില്ല. ബാവുഹാനും ഞാനും ഒരേ അമ്മയുടെ വയറ്റിൽ തന്നെ പിറന്നതാണെങ്കിലും ഞാൻ അവനെ ഇപ്പോൾ എൻ്റെ ചേട്ടനായി കണക്കാക്കുന്നില്ല. കാരണം അവൻ എൻ്റെ ചേച്ചിയെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊക്കെ ഹാൻ പറയുന്നു. ഇത്രയൊക്കെ ആയപ്പോൾ തന്നെ യാൻഷിങ്ങിൻ്റെ അച്ഛൻ ബോധം പോകുന്നത് പോലെ അവിടെ വീണ് കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് അത്രയ്ക്ക് ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഹാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ ഈ പറയുന്ന ചേച്ചി ജിങ്ഷു വർക്ക്ഷോപ്പിന്റെ ഓണറായിരുന്ന ബാവോയിങ് ആയിരുന്നു എന്ന് ഷെൻഡു ഹാനോട് ചോദിക്കുന്നുണ്ട്. അത് ശരിയാണ് എന്ന് ഹാൻ സമ്മതിക്കുന്നു. ജിങ്ഷു വർക്ക്ഷോപ്പിന്റെ കേസ് ഉണ്ടായ സമയത്ത് അവരുടെ കുടുംബത്തെ മുഴുവനായി കൊല്ലാൻ വിധിച്ചതായിരുന്നു. അന്ന് ബാവുഹുവാൻ തന്റെ കണക്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. പക്ഷെ എന്റെ ചേച്ചിയെയും കുട്ടികളെയും ഒന്നും രക്ഷപ്പെടുത്താൻ അവന് കഴിഞ്ഞില്ല. അവരെ കൊല്ലുന്ന കാഴ്ച ഞാൻ നേരിട്ട് കണ്ടതാണ്. ഒരിക്കലും എനിക്കത് മറക്കാൻ കഴിയുകയില്ല. എന്നെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് എന്റെ ചേച്ചിയെ അയാൾക്ക് രക്ഷപ്പെടുത്താൻ കഴിയാതിരുന്നത്? മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചതായിരിക്കും. ആ സംഭവത്തിന് ശേഷം ഞാൻ അയാളുമായിട്ടുള്ള കണക്ഷൻ എല്ലാം ഒഴിവാക്കി എന്റെ പേരും മാറ്റി എന്നൊക്കെ ഹാൻ അവരോട് പറയുന്നു. രാജ്ഞിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി കഴിയുന്നുണ്ടെങ്കിലും ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നത് എത്രമാത്രം റിസ്ക് ഉള്ള കാര്യമാണ് എന്ന് നിനക്ക് അറിയാത്തത് കൊണ്ടാണ് ചിലപ്പോൾ ബാവുഹുവാന് അതിനുള്ള ശേഷി ഉണ്ടായിരുന്നിരിക്കണമെന്നില്ല. നിന്റെ ജീവൻ തന്നെ രക്ഷിച്ചത് വളരെ റിസ്ക് എടുത്തായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് യാൻഷിങ് ബാവുഹുവാന്റെ അപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ച് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അത് ശരിയാണ് എന്ന് ഷെൻഡുവും അപ്പോൾ ചിന്തിക്കുന്നു. പക്ഷേ തൻ്റെ ചേച്ചിയെയും ബാക്കി കുടുംബാംഗങ്ങളെയും കൊല്ലുന്ന കാഴ്ച നേരിട്ട് കണ്ട ഹാനിന് അതത്ര പെട്ടെന്ന് മനസ്സിൽ നിന്ന് കളയാൻ പറ്റുമായിരുന്നില്ല. നിങ്ങൾ അത് നേരിട്ട് കണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്കും അവനോട് ക്ഷമിക്കാൻ പറ്റുമായിരുന്നില്ല എന്ന് അവൻ വിഷമത്തോടെ പറയുന്നു. പക്ഷെ അവൻ ഇപ്പോൾ ചെയ്യുന്ന രീതി ഒട്ടും ശരിയല്ല. നിന്റെ ചേച്ചിയും മറ്റു കുടുംബാംഗങ്ങളും ഒക്കെ തെളിയിക്കപ്പെടാത്ത ഒരു കേസിന്റെ പേരിലാണ് കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവർക്ക് നീതി നേടിക്കൊടുക്കേണ്ടത് നിന്റെ കടമയാണ്. നീ ഇങ്ങനെ സ്വയം കള്ളം പറയാതെ
അവർക്ക് വേണ്ടി സത്യം എന്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടത് എന്നൊക്കെ ഷെന്തുവും അവനോട് പറയുന്നു. ഇതെന്തായാലും വല്ലാത്തൊരു വിധിയായി പോയി എന്ന് പറഞ്ഞ് യാൻഷിങ്ങിന്റെ അച്ഛൻ ആകെ വിഷമിക്കുന്നുണ്ട്. സാവിയോട് ഇത്രയും നാളും കള്ളം പറഞ്ഞതിന് ഹാൻ അവളോട് ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. പക്ഷേ എങ്ങനെയൊക്കെ ആണെങ്കിലും ഇനി അവരുടെ വിവാഹത്തിനെ പറ്റി ഒന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നന്നായി ആലോചിച്ചിട്ട് പിന്നീടൊരു തീരുമാനം അറിയിക്കാം. ഇപ്പോൾ തൽക്കാലം ഹാൻ അവിടെ നിന്ന് മടങ്ങി പോകണമെന്ന് യാൻഷിങ്ങിന്റെ അച്ഛൻ അവനോട് പറയുന്നു. അദ്ദേഹം പറയുന്നത് വളരെ ന്യായമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഹാൻ അവരെ മനസ്സിലാക്കി തൽക്കാലം അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. സാവയെ കരഞ്ഞുകൊണ്ട് പിന്നാലെ പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അമ്മ അവളെ പിടിച്ചു നിർത്തുന്നു. യാൻഷിങ്ങും ആകെ വിഷമത്തിലാണ്. ഹാൻ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഷെന്തു എന്ന് കൊട്ടാരത്തിലെത്തി മാഡം ഷൂവിനെ കാണുന്നു. ഹാൻ പറഞ്ഞതുപോലെ തന്നെ അവൻ ബാവുഹുവാവിന്റെ സഹോദരനാണ് എന്നുള്ള കാര്യം മാഡം ഷൂവും അവനോട് ഉറപ്പിച്ച് പറയുന്നുണ്ട്. ജിങ്ഷു വർക്ക്ഷോപ്പിലെ കേസ് ഇപ്പോൾ അന്വേഷിക്കാൻ ഉദ്ദേശിക്കുന്നത് ഷെന്തു ആണല്ലോ. രാജ്ഞിയുമൊക്കെ ഉൾപ്പെട്ട കേസ് ആയതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം അത് കൈകാര്യം ചെയ്യാൻ എന്നുകൂടി മാഡം ഷൂ അവനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഷെന്തുവിനെ കുട്ടിക്കാലത്ത് താമസിച്ചിരുന്ന തടവറയിൽ മാഡം ഷൂവും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ പരിചയക്കാരായത്. അന്ന് അവിടെ താമസിച്ചിരുന്ന സമയത്ത് രാത്രിയിൽ ഒരു പെൺകുട്ടി തന്നെ കാണാൻ വന്നിരുന്നതും തനിക്ക് ആഹാരം കൊണ്ട് തന്നിരുന്നതും പുറത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നതുമൊക്കെ ഷെന്തു മാഡം ഷൂവിനോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടി തന്റെ വെറും തോന്നലായിരുന്നോ അല്ലയോ എന്ന് അവൻ ഇതുവരെ ഉറപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസം അന്നത്തെ പെൺകുട്ടിയെ പോലെ ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞു. അത് അവൾ തന്നെ ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല, എന്നാലും അവളോട് സാമ്യമുള്ളതുപോലെയാണ് തോന്നിയത് എന്നൊക്കെ ഷെന്തു മാഡം ഷൂവിനോട് പറയുന്നുണ്ട്. അന്ന് തങ്ങൾ താമസിച്ചിരുന്ന ആ തടവറയെ പറ്റി ചിന്തിക്കുമ്പോൾ ഇപ്പോഴും ദുസ്വപ്നങ്ങൾ കാണാറുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നെ സഹായിക്കാൻ വേണ്ടി ശരിക്കും അവൾ വന്നതാണെങ്കിൽ അവളെ ഒരിക്കലും മറക്കാൻ പാടില്ല. എപ്പോഴെങ്കിലും അവളെ കണ്ടുമുട്ടുകയാണെങ്കിൽ അതിനുള്ള നന്ദി ഉറപ്പായും പ്രകടിപ്പിക്കണം എന്നൊക്കെ മാഡം ഷൂ അവനോട് പറയുന്നുണ്ട്. അന്ന് യാൻഷിങ് ഓഫീസിലായിരുന്ന സമയത്ത് അവൾക്ക് ഷെന്തുവിന്റെ ഓഫീസിൽ നിന്നൊരു സീക്രട്ട് ലെറ്റർ വരുന്നു. ഓഫീസിന്റെ ഇൻചാർജ് ആയിട്ടുള്ള തനിക്ക് നൽകാതെ അവളുടെ പേരിലേക്ക് തന്നെ ആ ലെറ്റർ വന്നിരിക്കുന്നത് മന്ത്രി വുവിനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. നീ ഷെന്തുവിന്റെ ഭാര്യയാണെങ്കിലും ഈ ഓഫീസിന്റെ ചാർജ് എനിക്കാണ്. അതുകൊണ്ട് ഇവിടേക്ക് എന്തെങ്കിലും കേസിന്റെ ഡീറ്റെയിൽസ് അയക്കുമ്പോൾ ആദ്യം ഞാൻ കണ്ട ശേഷം മാത്രം നിനക്ക് കിട്ടുന്ന രീതിയിലെ അയക്കാവൂ എന്ന് ഷെന്തുവിനോട് പറയണം എന്നൊക്കെ പറഞ്ഞ് മന്ത്രി അവളോട് ദേഷ്യപ്പെട്ട ശേഷമാണ് വന്നിരിക്കുന്ന ലെറ്റർ അവൾക്ക് നൽകിയത്. യാൻഷിങ് അതെന്താണ് എന്നറിയാതെ ആകാംക്ഷയോടെ എടുത്ത് നോക്കുന്നു. തലേന്ന് രാത്രി ഷെന്തുവിൻ്റെ ഒപ്പം ഇരുന്ന സമയത്ത് അവൾ കുറച്ച് നക്ഷത്രങ്ങളെ പറ്റിയൊക്കെ അവനോട് പറഞ്ഞിരുന്നല്ലോ. ആ നക്ഷത്രങ്ങളൊക്കെ ഒരു അസ്ട്രോളജിക്കൽ മാപ്പിൽ അവൻ മാർക്ക് ചെയ്ത് വെച്ചിട്ട് അത് അവൾക്ക് അയച്ചു കൊടുത്തതാണ്. താൻ തലേന്ന് രാത്രി തമാശയായി പറഞ്ഞതൊക്കെ അവൻ ഓർത്തിരിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ യാൻഷിങ്ങിന് ശരിക്കും സന്തോഷമാവുന്നു. മന്ത്രി വുവും ഈ മാപ്പ് കാണുന്നുണ്ട്. ഇതെന്തിനാണ് ഇങ്ങോട്ടേക്ക് കൊടുത്തയച്ചത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. നമ്മൾ അസ്ട്രോണമി ഒന്നും ചെക്ക് ചെയ്യുന്നില്ലല്ലോ, ഇതൊക്കെ അസ്ട്രോണമി ഡിപ്പാർട്ട്മെന്റിനല്ലേ കൊടുത്തയക്കേണ്ടത്, പിന്നെന്തിനാണ് ഇത് ഇങ്ങോട്ടേക്ക് കൊടുത്തയച്ചത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസിൽ ഇതിന്റെ ആവശ്യമുണ്ട്. അങ്ങനെ ഞാൻ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഷെന്തു ഇത് ഇങ്ങോട്ടേക്ക് കൊടുത്തയച്ചത് എന്നൊക്കെ പറഞ്ഞ് യാൻഷിങ് തൽക്കാലം തടി തപ്പുന്നു. എന്തായാലും ഷെന്തു തൻ്റെ കാര്യത്തിൽ ഇത്രയൊക്കെ കെയർ ചെയ്യാൻ തുടങ്ങിയതല്ലേ, അതുകൊണ്ട് തന്നെ അവൻ്റെ രാത്രിയിൽ കാഴ്ചയില്ലായ്മ പരിഹരിക്കാൻ വേണ്ടിയിട്ട് തന്നെ കൊണ്ട് പറ്റുന്നത് പോലെ എന്തെങ്കിലും ചെയ്യണമെന്ന് യാൻഷിങ് തീരുമാനിക്കുന്നു. അങ്ങനെ കുറേ മെഡിക്കൽ ബുക്കുകളൊക്കെ റെഫർ ചെയ്തിട്ട് നിശാന്തതയ്ക്കുള്ള കുറച്ച് റെമഡീസ് അവൾ കണ്ടെത്തുന്നുണ്ട്. അവൻ്റെ ഫുഡ് ഐറ്റംസിലും ഒക്കെ വരുത്തേണ്ട ചില മാറ്റങ്ങളാണ് അതിൽ പറഞ്ഞിരുന്നത്. അങ്ങനെ അടുത്ത ദിവസം മുതൽ അവൾ തന്നെ അവന് വേണ്ടിയിട്ട് ആ ഫുഡ് റെഡിയാക്കാൻ തുടങ്ങുന്നു. സാധാരണഗതിയിൽ ആരും ഫുഡ് ഐറ്റംസ് ആയിട്ട് ഉപയോഗിക്കാത്ത കുറേ സാധനങ്ങളായിരുന്നു അതിൽ പറഞ്ഞിരുന്നത്. ആദ്യം ഉണ്ടാക്കുന്നത് ആടിൻ്റെ കരൾ ഉപയോഗിച്ചിട്ടുള്ള എന്തോ ഒരു ഐറ്റമാണ്. അത് കിച്ചണിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ നാറ്റം കൊണ്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം മൂക്കും പൊത്തി നിൽക്കുകയാണ്. യാൻഷിങ്ങും മൂക്കിൽ തുണി വെച്ചിട്ടാണ് അത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവളെന്തിനാണ് ഇങ്ങനെ ഇത്രയും ദുർഗന്ധമുള്ള ഒരു സാധനം കുക്ക് ചെയ്യുന്നത് എന്ന് അവിടെ ആർക്കും ആദ്യം മനസ്സിലാവുന്നില്ല. പിന്നെ അവിടുത്തെ മാഡം അവളായതുകൊണ്ട് എല്ലാവരും ക്ഷമയോടെ വെയിറ്റ് ചെയ്യുകയാണ്. വിവരമറിഞ്ഞ യുൻഷിയയും അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നുണ്ട്. സ്മെല്ലടിച്ച് അവളും വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കുന്നു. എല്ലാവരും ഇങ്ങനെ മൂക്കും പൊത്തിക്കൊണ്ട് അവിടെ കാഴ്ചക്കാരായി നിൽക്കുന്നത് കണ്ട് കാര്യസ്ഥൻ അങ്ങോട്ടേക്ക് വന്ന് എല്ലാവരെയും വഴക്ക് പറഞ്ഞ് ഓടിക്കുന്നു. പക്ഷേ ഫുഡിൻ്റെ സ്മെല്ല് അദ്ദേഹത്തെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും അവൾ പ്രിപ്പയർ ചെയ്ത സാധനം അദ്ദേഹം തന്നെ ഷെന്തുവിൻ്റെ അടുത്ത് എത്തിക്കുന്നു. അതിൻ്റെ നാറ്റം കാരണം മൂക്കും പൊത്തിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം അതുമായി അവൻ്റെ അടുത്തേക്ക് ചെന്നത്. മുന്നിൽ കൊണ്ടുവച്ച സാധനത്തിൻ്റെ അടപ്പ് തുറന്നപ്പോൾ തന്നെ ഷെന്തുവിനും ദുർഗന്ധം അടിക്കുന്നു. എന്നാലും മാഡം പ്രിപ്പയർ ചെയ്തതാണ് എന്ന് കാര്യസ്ഥൻ പറഞ്ഞതുകൊണ്ട് അവൻ അത് എടുത്ത് നോക്കുന്നുണ്ട്. കാഴ്ചയിൽ തന്നെ ചെറിയ കുട്ടികൾ അപ്പിയിട്ടതുപോലുള്ള ഒരു ഫീലിംഗ് ആണ് അത് കാണുമ്പോൾ ഉണ്ടാവുന്നത്. എന്നാലും യാൻഷിങ് തനിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ, അതുകൊണ്ട് ഷെന്തു അതിൻ്റെ നാറ്റമൊക്കെ സഹിച്ച് അത് കഴിക്കുന്നു. കണ്ടിരുന്ന കാര്യസ്ഥൻ പോലും അന്തം വിട്ട് പോകുന്നുണ്ട്. അവനിപ്പോൾ അത് തുപ്പിക്കളയുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത്. പക്ഷേ എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ഒരു വാശി പോലെ ഷെന്തു അത് മുഴുവൻ കഴിച്ചു തീർക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് അവൻ എന്തോ ആവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് യാൻഷിങ് ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് അവന് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉച്ചഭക്ഷണം അസിസ്റ്റന്റ് അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. അതിൻ്റെയും സ്മെല്ല് അസഹനീയമായിരുന്നു.
ഇനി ഇത് തനിക്ക് വേണ്ടെന്ന് ഷെന്തു പറയുന്നുണ്ട്. അങ്ങനെ അവൻ വേണ്ടെന്ന് പറയുകയാണെങ്കിൽ കാണിക്കാൻ ഒരു കത്തും യാൻഷിങ് ഏൽപ്പിച്ചിട്ടായിരുന്നു പോയത്. അസിസ്റ്റന്റ് അത് അവനെ കാണിക്കുന്നു. നിനക്ക് രാത്രിയിൽ കണ്ണ് കാണില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള മരുന്നാണ് ഞാൻ ഈ തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കഴിക്കാനായിരുന്നു അവൾ ആദ്യത്തെ കത്തിൽ പറഞ്ഞിരുന്നത്. അത് വായിച്ചിട്ടും അവനത് കഴിക്കുന്നില്ലെങ്കിൽ രണ്ടാമതൊരു കത്ത് കൂടി കൊടുക്കാനായി യാൻഷിങ് അസിസ്റ്റന്റിനെ ഏൽപ്പിച്ചിരുന്നു. കത്ത് വായിച്ചു കഴിഞ്ഞപ്പോഴും എനിക്കിത് വേണ്ട എന്ന് അവൻ പറയുന്നതിനാൽ രണ്ടാമത്തെ കത്തും അസിസ്റ്റന്റ് അവനെ കാണിക്കുന്നു. ആദ്യത്തെ കത്ത് വായിച്ചിട്ടും നീ ഇത് കഴിക്കുന്നില്ലെങ്കിൽ നിനക്ക് ഇങ്ങനൊരു സീക്രട്ടുള്ള വിവരം ഞാൻ നാട് മുഴുവൻ പബ്ലിഷ് ചെയ്യും എന്ന് രണ്ടാമത്തെ കത്തിൽ യാൻഷിങ് ഒരു ഭീഷണി പോലെ എഴുതിയിരുന്നു. അങ്ങനെ അത് പേടിച്ചിട്ട് ഷെന്തു ആ ഫുഡ് ഐറ്റവും കഴിക്കുന്നു. കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്ന് അവൻ അസിസ്റ്റന്റിനോട് ചോദിക്കുന്നുണ്ട്. ഒന്ന് ചിക്കൻ്റെ ലിവറാണ്, പിന്നെ വേറൊരു സാധനം എന്തോ ഒരു ഗ്രാസ് ആണ്, മറ്റൊരു ഐറ്റമാണ് മെയിനായിട്ടും പ്രശ്നമുള്ളത്. അതേക്കുറിച്ച് മടിച്ചാണ് അസിസ്റ്റന്റ് പറഞ്ഞത്. ഷെന്തുവിൻ്റെ നിർബന്ധം കാരണം അവസാനം അത് പറയുന്നുണ്ട്. വവ്വാലിൻ്റെ കാഷ്ടമാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് കേട്ടപ്പോൾ ഷെന്തു അവിടെ വോമിറ്റ് ചെയ്തില്ല എന്നേ ഉള്ളൂ. എങ്കിൽ പിന്നെ ഇത് കഴിക്കേണ്ട എന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് അതെടുത്ത് മാറ്റാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവൻ അതിനും സമ്മതിക്കുന്നില്ല. യാൻഷിങ് തനിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ, അതുകൊണ്ട് ദേഷ്യത്തിലാണെങ്കിലും അവൻ അത് മുഴുവൻ കഴിച്ചു തീർക്കുന്നു. തീർന്ന ഉടൻ തന്നെ യാൻഷിങ്ങിനെ അവിടേക്ക് വിളിപ്പിക്കാനും ഓർഡർ നൽകുന്നുണ്ട്. അസിസ്റ്റന്റ് ആകെ പേടിച്ചതുപോലെയാണ് അവിടെ നിന്ന് ഓടിപ്പോയത്. യാൻഷിങ്ങിനെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നപ്പോഴും കുറച്ച് ശ്രദ്ധിച്ച് നിൽക്കണം, ചീഫ് നല്ല ദേഷ്യത്തിലാണ് എന്ന് അവൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്താണ് ഷെന്തുവിൻ്റെ ദേഷ്യത്തിന് കാരണമെന്ന് യാൻഷിങ്ങിന് മനസ്സിലാവുന്നില്ല. നിനക്ക് എന്ത് പറ്റിയെന്ന് വളരെ നിഷ്കളങ്കമായി ചോദിച്ചുകൊണ്ടാണ് അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നത്. ഇനി അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് തോന്നുന്നതിനാൽ അസിസ്റ്റന്റ് അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാരെയും വിളിച്ചുകൊണ്ട് പതുക്കെ സ്ഥലം വിടുന്നു. നിനക്ക് എന്നെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ഒറ്റ കുത്തിനങ്ങ് കൊന്നാൽ പോരെ, ഇങ്ങനെ ഇഞ്ചിജായി കൊല്ലുന്നത് എന്തിനാണ് എന്ന് ഷെന്തു അവളോട് ചോദിക്കുന്നു. നീ എൻ്റെ ഉദ്ദേശത്തെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ കുറേ മെഡിക്കൽ ബുക്കുകളൊക്കെ റെഫർ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു റെസിപ്പി കണ്ടെത്തിയത്. ഇത് കഴിക്കുന്നത് നിന്റെ കാഴ്ചക്കുറവ് പരിഹരിക്കാൻ സഹായിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യാൻഷിങ് അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അതിൽ നീ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് എന്താണെന്ന് നിനക്കറിയാമോ? വവ്വാലിൻ്റെ കാഷ്ടമാണ് നീ അതിൽ ചേർത്തിരിക്കുന്നത് എന്ന് അവൻ പറഞ്ഞപ്പോഴാണ് അവൾ അറിയുന്നത്. എനിക്കത് അറിയില്ലായിരുന്നു. അതൊരു മെയിൻ മെഡിസിൻ ആയിട്ടാണ് ആ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, ഇവിടുത്തെ സിറ്റിയിലെ കടകൾ മുഴുവൻ കയറി ഇറങ്ങിയിട്ടാണ് അത് വാങ്ങിയത്. ഞാനത് കൊണ്ടുവന്ന് എന്നാൽ രാത്രി തന്നെ തിളപ്പിച്ച് വെക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അവൾ അതിനെപ്പറ്റി വിവരിക്കാൻ തുടങ്ങുന്നു. ഇനി കുറച്ച് നാളത്തേക്ക് ആ വാക്ക് പോലും അവിടെ പറഞ്ഞു പോകരുതെന്ന് പറഞ്ഞ് ഷെന്തു അവളെ വഴക്ക് പറയുന്നുണ്ട്. ഇനി അവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് തോന്നുന്നതിനാൽ വേറൊന്നും പറയാനില്ലെങ്കിൽ ഞാൻ ഓഫീസിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് അവൾ പോവാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ അവൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസിലെ ഒരു പ്രധാന സാക്ഷിയായ ഷെൻ ഷോജെ അയാളുടെ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇടയ്ക്കിടെ അയാൾ സ്വബോധത്തിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് അയാളെ ചോദ്യം ചെയ്യാനായി ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. നിനക്ക് ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കൊപ്പം വരാൻ പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് പോകുന്നു. യാൻഷിങ് സന്തോഷത്തോടെ അവൻ്റെ പിന്നാലെ ചെല്ലുന്നുണ്ട്. അടുത്തിടെ കൊല്ലപ്പെട്ട ആ സ്ത്രീയുടെ ഭർത്താവാണ് ഈ ഷൗജെ. അവരുടെ വീട്ടിൽ നിന്ന് കിട്ടിയ ജിൻഷു വർക്ക്ഷോപ്പ് എന്ന് എഴുതിയിരിക്കുന്ന ആ തുണി യാൻഷിങ് അയാളെ കുറച്ച് സമയം കാണിക്കുന്നുണ്ട്. ആദ്യമൊന്നും അയാൾക്ക് അത് മനസ്സിലാവുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ ശരിക്കുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ആ തുണി തിരിച്ചറിഞ്ഞ് അത് കയ്യിൽ വാങ്ങുന്നു. ആ സമയത്ത് അതുണ്ടാക്കിയ തൻ്റെ ഭാര്യയെക്കുറിച്ച് അയാൾ പറയുന്നുണ്ട്. അയാളുടെ ഭാര്യ ജിൻഷു വർക്ക്ഷോപ്പിലെ ജോലിക്കാരിയായിരുന്നു. ആ വർക്ക്ഷോപ്പ് അടച്ചുപൂട്ടിയ സമയത്ത് ജോലി നഷ്ടപ്പെട്ട് അവൾ തെരുവിൽ അലഞ്ഞു നടന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചാണ് അയാൾ അവളെ പരിചയപ്പെടുന്നത്. അവളെ കണ്ട് ഇഷ്ടപ്പെട്ട് അയാൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഭാര്യയാക്കിയതാണ്. ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ അവൾ തനിക്ക് വേണ്ടി ഇങ്ങനെ ഡ്രസ്സ് ഉണ്ടാക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ ഡ്രസ്സ് എന്നൊക്കെ അയാൾ പറയുന്നു. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ഇടയ്ക്ക് തീ കണ്ടപ്പോൾ വീണ്ടും അയാളുടെ മാനസിക നില തെറ്റുകയും അയാൾ പേടിച്ചതുപോലെ തുണി വലിച്ചെറിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അയാളോട് ചോദിച്ചാലും പ്രത്യേകിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് ഷെന്തുവിനും അവൾക്കും മനസ്സിലാവുന്നു. പക്ഷേ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കൊല്ലപ്പെടുന്ന സ്ത്രീകളെല്ലാം ഏതെങ്കിലും രീതിയിൽ ജിൻഷു വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ടതാണ് എന്ന് തിരികെ പോകുന്നതിനിടയിൽ അവർ പരസ്പരം പറയുന്നുണ്ട്. അപ്പോൾ ആ വർക്ക്ഷോപ്പുമായിട്ടുള്ള ബന്ധപ്പെട്ട കേസ് പുറലോകം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അവരുമായി കണക്ഷനുള്ള എല്ലാവരെയും ഈ അക്രമി കൊന്നുകൊണ്ടിരിക്കുന്നത്. തെളിവ് നശിപ്പിക്കാനായിരിക്കണം ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ അവർ പരസ്പരം പറയുന്നുണ്ട്. ഇങ്ങനെ അവർ മുന്നോട്ട് പോകുന്ന സമയത്താണ് പെട്ടെന്ന് വണ്ടി നിർത്തിയത്. കാര്യം തിരക്കിയപ്പോൾ ഹാനിനെ അവർക്ക് മുന്നിലായി പ്രിൻസസിന്റെ ആളുകൾ വന്ന് തടഞ്ഞിരിക്കുകയാണ് എന്ന് അസിസ്റ്റന്റ് അവരെ അറിയിക്കുന്നു. ഹാനിനെ പിടിച്ചുകൊണ്ട് എല്ലാം പ്രിൻസസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് പ്രിൻസസിന്റെ ആൾക്കാർ ഹാനിനെ അവിടെ നിന്ന് ബലമായി കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അതറിഞ്ഞപ്പോൾ യാൻഷിങ് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയെങ്കിലും ആലോചിക്കാതെ എടുത്തിയാടി ഇക്കാര്യത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഷെന്തു അവളെ തടയുന്നു. അതിനുശേഷം എത്രയും പെട്ടെന്ന് ബാവുഹുവാന്റെ അടുത്തെത്തി ഈ വിവരം അറിയിക്കാൻ അവൻ അസിസ്റ്റന്റിന് നിർദ്ദേശം നൽകുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.